നമസ്കാരം. ഉത്തർപ്രദേശിലെ ലക്നൗ ബാരാബങ്കി ഹൈവേയിൽ ഇൻസ്റ്റഗ്രാം സുഹൃത്തും കൂട്ടാളികളും ചേർന്ന് യുവതിയെ ഓടുന്ന കാറിലിട്ട് കൂട്ടബലാത്സംഗം ചെയ്ത പരാതിയിൽ പോലീസ് നടപടി. കാൺപൂർ സ്വദേശിനിയായ 23-കാരിയാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് വിപിൻ സിംഗ്, ഇയാളുടെ കൂട്ടാളി വിനം സിംഗ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹിമാൻഷു സിംഗ് എന്നയാൾ കൂടി കേസിൽ പ്രതിയാണെന്ന് ചോദ്യം ചെയ്യലിൽ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. സിനിമയിൽ അവസരം നൽകാമെന്ന വാഗ്ദാനം നൽകി യുവതിയെ ലക്നൌവിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഒരു സിനിമാ സംവിധായകനെ പരിചയപ്പെടുത്തി നൽകാമെന്ന വ്യാജനയായിരുന്നു ഇൻസ്റ്റഗ്രാം സുഹൃത്തായ വിപിൻ സിംഗ് പരാതിക്കാരിയെ ക്ഷണിച്ചത്. ആഗസ്റ്റ് 28-ന് ലക്നൌവിലെത്തി ചിൻഹട്ട് ട്രൈ സെക്ഷനിൽ വെച്ച് വിപിനെ കണ്ടു. തുടർന്ന് വിപിൻ സിംഗ് എസ്യുവിൽ ദേവ റോഡിലെ തന്റെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ വെച്ച് സിനിമാ സംവിധായകൻ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെടുത്തി. ശേഷം തിരികെ മതിയാരി ക്രോസിംഗിൽ ഇറക്കാമെന്ന് പറഞ്ഞ് വീണ്ടും കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. എന്നാൽ മതിയാരി ക്രോസിംഗിലേക്ക് പോകുന്നതിന് പകരം വിപിൻ സിംഗ് ബാരാബങ്കി ഹൈവേയിലേക്കാണ് കാർ ഓടിച്ചത്. ഇതിനിടെ വിനം സിംഗ്, ഹിമാൻഷു സിംഗ് എന്നിവരും വാഹനത്തിൽ കയറി. പിന്നാലെ പ്രതികൾ എന്തോ വസ്തു തന്നെ മണപ്പിച്ച് ബോധരഹിതയാക്കിയെന്നും തുടർന്ന് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ബലാത്സംഗത്തിന് മുൻപ് പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചതായും യുവതി പരാതിയിൽ ആരോപിച്ചിട്ടുണ്ട്. ബോധം വീണ്ടെടുത്തപ്പോൾ ലക്നൗ ചിൻഹാത്തിലെ ഒരു മുറിയിലായിരുന്ന പരാതിക്കാരിയുടെ സ്വകാര്യ ഭാഗങ്ങൾ ഉൾപ്പെടെ ദേഹമാസകലം മുറിവുകളുണ്ടായിരുന്നു. സംഭവ സമയം വിപിൻ സിംഗ് മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും സംഭവം പുറത്തു പറയരുതെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തുകയും തിരികെ കാൺപൂരിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടതായും യുവതി പോലീസിന് മൊഴി നൽകി.